എടി അങ്ങനെ ഞങ്ങളുടെ അച്ഛന്റെ കച്ചവട പാരമ്പര്യമുള്ള ചന്ത, എനിക്ക് അവകാശങ്ങളുള്ള ചന്തയത്. ഞങ്ങളുടെ അച്ഛനാന്ന് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തോ ഉണ്ടായാലും ഈ ചന്തയെ കൊണ്ട് കൊടുക്കും. ഇപ്പൊ വീട്ടിലൊരു പച്ചമുളക് ഉണ്ടായി, ഒരു വെണ്ടയ്ക്ക ഉണ്ടായി, ഒരു വാഴയ്ക്ക ഉണ്ടായി, അതെല്ലാം കൊണ്ട് ചന്തയെ കൊടുക്കും. എന്റെ അനിയനുണ്ടായപ്പോഴേ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞില്ല. അതെന്താ? അല്ല, അവനേക്കാളെ ചന്തയെ കൊണ്ട് കൊടുത്തായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അത് ബുദ്ധിയുണ്ടോ? നിങ്ങളുടെ അമ്മയ്ക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. അച്ഛനെ കുറിച്ച് വിളിക്കാനോ കച്ചവടത്തൊന്നും വിളിക്കണേ കൊണ്ട് ഞാൻ വിളിച്ചാ നിങ്ങൾ കൂടെ അങ്ങോട്ട് വിളിച്ചാട്ടെ. വിജയ് കളിച്ചോണ്ടിരിക്കാതെ കച്ചവടം ചെല്ലുപടി തോൽവി. ഇന്ന് ചെറുക്കന്റെ കോളേജ് ഫീസ് കട്ടണം. ചെറുക്കന്റെ കോളേജ് ഫീസ് കെട്ടണമെങ്കിൽ ഇലക്ട്രീഷനെ വിളിച്ച് കെട്ടാ, എന്നെ വിളിച്ച് കെട്ടാൻ പറ്റത്തില്ല. പച്ചമീ വെച്ചാ ഞാൻ അടിക്കും കേട്ടോ. അതാണോ പറഞ്ഞത്? ഫീസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു ചെറുക്കനെ. അയ്യോ, അവന് പിന്നെ എന്നാ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്? ഞാൻ ഇന്നലെ മീനും കൂടെ കണ്ട് ആൽമരച്ചോട്ടി കുറെ പിള്ളേരുടെ കുനിഞ്ഞിരുന്ന് മേലിൽ കൂടെ പുക പോകുന്നു. അയ്യോ, അത് അവര് വട്ടം ചേർന്നിരുന്ന് പഠിച്ച് തലേ കൂടെ പുക പോകുന്നത്. പഠിച്ച് തലേ കൂടെ പുക വന്നല്ല, അവന്റെ കയ്യിൽ വീട് ഇരിക്കുന്ന കണ്ടു. എന്താ നിങ്ങൾക്ക് ചോദിക്കത്തില്ലായിരുന്നു? എന്നിട്ട് വേണം വീടി കുറ്റി വെച്ച് എന്നെ കട്ടിക്കുത്താനും കണ്ടു.